ഹായ്, പുതിയ വീഡിയോയിലേക്ക് സാർ ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു 13-ാം തീയതിയായിരുന്നു ഇവരുടെ കേസ് 1-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. അത് മാറ്റിവെക്കാനുള്ള ഒരു കേസാണ്. അത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ലീഡർമാർ കൊടുത്തിരിക്കുന്ന ഒരു കേസാണ്. നമ്മുടെ കേസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾ പൈസ ചോദിക്കരുത്, നമ്മളെ കേസ് നടത്തി നമ്മൾ വിജയിച്ച് ആദ്യമേ പൂൾ ഇൻകം വരാൻ തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങളൊന്നും ഇവർ പറയുന്നില്ല. ഇവർ പറഞ്ഞാലാണല്ലോ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടാവുക. അല്ലെങ്കിൽ ഈ ഒരു പൂട്ടിപ്പോയ കമ്പനിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. പക്ഷേ എങ്കിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇവർ പറയുന്നത് ഇത് ഇവരുടെ തന്ത്രമാണെന്നാണ്. ഇവർ നമ്മൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇവർ സൈലൻ്റ് ആയിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. ഇവർക്കൊന്നും തന്നെ പറയാനില്ല. പറഞ്ഞവരെയൊക്കെ ഇടി വിളിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇവർ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്, ഫോൺ എടുക്കാത്തത്. പക്ഷേങ്കിൽ ഇപ്പോൾ നമുക്ക് അവസാനമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ചാനലായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ശബ്ദം മാത്രം കൊടുത്തിട്ട് പിന്നെ ഇടക്കാലത്ത് എഴുത്ത് മാത്രമായി, പിന്നെ ശബ്ദവും വരാൻ തുടങ്ങി. അങ്ങനെയുള്ളൊരു ചാനലായിരുന്നു. അപ്പോൾ ആ ചാനലിനെ നമ്പർ അറിയെങ്കിൽ നമ്മൾ തന്നെ EDയുടെ ഇൻവിറ്റേഷൻ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതൊക്കെ മനസ്സിലാക്കി ലീഡർമാർ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിന് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു മെസ്സേജ് ഇന്ന് കാണാനിടയായി. അപ്പോൾ ആ ഒരു മെസ്സേജ് ഇങ്ങനെയാണ്: ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിനാണ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ ഉടമ ഹയർച്ച് മെമ്പർ ആണെങ്കിൽ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു നാറിയ പരിപാടിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സിനെ ഒന്നും ഉണ്ടാക്കേണ്ട പരിപാടി ഉണ്ടാവില്ല. ആണെങ്കിൽ നിങ്ങളുടെ വീഡിയോസുകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ പറയുന്ന ഭാഗങ്ങൾ വരുന്നത് കൊണ്ട് ഇനി വീഡിയോ ചെയ്യാതിരിക്കുകയോ ലീഡറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക. അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊള്ളരുതാത്തവരാണ്, അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങളെ ലീഡറെ ബന്ധപ്പെടുക എന്നാണ് പറയുന്നത്. അല്ലാത്ത പക്ഷം അതിൻ്റെ റിസ്ക് നിങ്ങൾ സ്വയം ഏറ്റെടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പാടായി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഇവർ ഏറ്റെടുക്കുമായിരിക്കും. അന്വേഷണം അവസാനിക്കുന്നത് വരെ നമ്മൾ സഹകരിച്ചേ പറ്റൂ. അന്വേഷണം അവസാനിക്കുന്നവരെ നമ്മൾ സഹകരിച്ചേ പറ്റൂ. ഒന്നിനെ കുറിച്ചും ഒന്നും പറയരുത്. ശരിയാണ്, ഒരു കഞ്ചാവിനെ കുറിച്ച് നമുക്ക് പ്രൊമോട്ട് ചെയ്തിട്ട് കൊണ്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ മദ്യത്തെ പ്രൊമോട്ട് ചെയ്തിട്ടുകൊണ്ടുള്ള നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഒരു കൊലപാതകത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് മറ്റ് കുറ്റവാസനകളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ബോംബുണ്ടാക്കുന്നതിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ED അന്വേഷിച്ച് കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ് എന്ന് പറയാനുള്ള റൈറ്റ് എന്തായാലും ഈ അന്വേഷണം നേരിടുന്ന കമ്പനിക്കില്ല. അപ്പോൾ അതിൻ്റെ പ്രൊമോട്ടർമാരായി വന്നുകൊണ്ട് ഇത്തരത്തിൽ ഇതിനെ ഇപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നവരെ ED വിളിപ്പിക്കുക തന്നെ ചെയ്യും. അത് ഏത് ചൊറയിക്കുന്ന ആർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. അതുതന്നെയാണ് ലീഡർമാരും ഉപദേശിക്കുന്നത്. അന്വേഷണം അവസാനിക്കുന്നവരെ നിങ്ങൾ വീഡിയോ ചെയ്യരുത് എന്നാണ്. നിയമവ്യവസ്ഥകളെയോ അന്വേഷണ ഉദ്യോഗസ്ഥരെയോ പരാമർശിച്ചുകൊണ്ടുള്ള വീഡിയോകളിലോ വോയിസുകളോ മെസ്സേജുകളോ ഷെയർ ചെയ്യാതിരിക്കുക. അങ്ങനെ വരുന്ന പ്രവൃത്തിക്ക് കമ്പനി ഉത്തരവാദിത്തമാവില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഫലം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് അമ്മായി വീഡിയോ ചെയ്യുന്നില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമുക്ക് ഇവിടെ നടക്കുന്ന ഒരുപാട് ആൾക്കാർ കേസിന് പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഇവരുടെ തട്ടിപ്പ് തിരിച്ചറിയാത്ത വിധത്തിൽ കൺഫ്യൂസ്ഡാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് ദിവസവും വീഡിയോകൾ, അതിൻ്റെ തട്ടിപ്പ് വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ചെറുതാണെങ്കിൽ ചെറുത് ദിവസവും വീഡിയോ ചെയ്യാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ എല്ലാവർക്കും ബൈ.